ഗാന്ധിനഗറിലെ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ 2023-ലും റാഗിംഗ് നടന്നെന്ന് റിപ്പോർട്ട്. ആ കേസിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിച്ച നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ CPM അനുകൂല സംഘടനയായ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ 2024 നവംബർ മുതൽ 3 മാസം നടന്ന റാഗിംഗിൽ 5 പേർ അറസ്റ്റിലായതിന് പിന്നാലെയാണ് 2 വർഷം മുൻപത്തെ സംഭവം പുറത്തറിയുന്നത്. KGNA നേതാക്കളായ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് CC ജയശ്രീ, കോട്ടയം മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് ഓഫീസർമാരായ VG ബിന്ദുഭായി, പാപ്പ ഹെൻറി TK സഫ്തർ എന്നിവർ നാളെ ഹാജരായി വിശദീകരണം നൽകാനാണ് നോട്ടീസ്. 2023 ഓഗസ്റ്റ് 18-ന് നഴ്സിംഗ് കോളേജിൽ നടന്ന സംഗീത പരിപാടിക്കിടെ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥികളായ 2 പേർ 1-ാം വർഷ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തെന്നാണ് പ്രിൻസിപ്പലിന്റെ റിപ്പോർട്ട്. ഇവരെ പിന്നീട് ക്ലാസ്സിൽ നിന്നും പുറത്താക്കി. തുടർ നടപടികൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, ജില്ലാ പട്ടികജാതി വികസന ഓഫീസ്, കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽസ് എന്നിവിടങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഓഗസ്റ്റ് 25-ന് KGNA നേതാക്കളായ 4 പേർ പ്രിൻസിപ്പലിന്റെ മുറിയിൽ അനുവാദമില്ലാതെ പ്രവേശിച്ചതടക്കം നടപടി ചോദ്യം ചെയ്യുകയും പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും അവഹേളിക്കുകയും ചെയ്തെന്ന് പ്രിൻസിപ്പലിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. സ്ഥലം മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും 2024 ഫെബ്രുവരി 5-ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് പ്രിൻസിപ്പൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിന്റെ തുടർ നടപടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പ്രതികളായ 5 സീനിയർ വിദ്യാർത്ഥികളെ കഴിഞ്ഞ ഫെബ്രുവരി 11-നാണ് ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ ജാമ്യാപേക്ഷ കീഴ്ക്കോടതിയും ജില്ലാ കോടതിയും തള്ളി. പ്രതികൾ റിമാൻഡിൽ തുടരുകയാണ്. കേസിൽ 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്.